ഹലോ ഹലോ. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. അത് നേരത്തെ സൂചിപ്പിച്ച വാർത്തയാണ്. അതായത് എറണാകുളം വടുതലയിൽ ആണ് 5 പേരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. 2 സ്ത്രീകളും 3 കുട്ടികളുമാണ് മരിച്ചത് എന്നതാണ് വിവരം. ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇവർ തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശികൾ ആണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാനും സാധിക്കുന്നത്. സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയവരാണ് മരണപ്പെട്ടത് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഇവർ ആശുപത്രിക്ക് സമീപത്തുള്ള ഫ്ളാറ്റിൽ ആണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, ഇവരുടെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം അതിലൊക്കെ വ്യക്തതയുണ്ടോ? ഡാനി, കേൾക്കാമെങ്കിൽ ഇവർ ചികിത്സയ്ക്ക് വേണ്ടി എറണാകുളത്ത് എത്തിയവർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നു ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതിൽ പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? കുടുംബ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കുട്ടികളുടെ ചികിത്സ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അശ്വതി എസ് നായർ, ശ്രീകുമാരി, അതോടൊപ്പം തന്നെ 14 വയസ്സുള്ള കാർണിവൻ, 4 വയസ്സുള്ള കീർത്തവൻ, 2 വയസ്സുള്ള ഏറ്റവും ഇളയ പെൺകുട്ടി, ഇവരാണ് ഇങ്ങനെ 5 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അശ്വതിയുടെ ഭർത്താവിന്റെ ആത്മഹത്യയെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ്, കുടുംബ പ്രശ്നങ്ങളാണ് ഈ രീതിയിലേക്ക് വന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവർ ഇവിടേക്ക് എറണാകുളത്തേക്ക് എത്തുന്നത്. തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശികളാണ് ഇവർ. കുട്ടിയുടെ ചികിത്സാർത്ഥമാണ് ഇവർ ഇവിടെ എറണാകുളത്തേക്ക് വരുന്നത്. മെക്സിറ്റിയിൽ ഇവർ ചികിത്സയിലായിരുന്നു. ഇവർക്ക് മറ്റൊരു സാഹചര്യമോ കാര്യങ്ങളോ ആരിൽ നിന്നോ ഒരു പിന്തുണയോ കുടുംബത്തിൽ നിന്ന് ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങളടക്കം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അല്പസമയം മുൻപ് ഇവിടെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ പോലീസ് ACP നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും എത്തി ഇവിടെ പരിശോധനകളടക്കം നടത്തിയിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു പഴക്കം മൃതദേഹങ്ങൾക്കുണ്ട് എന്നതാണ് പ്രാഥമികമായിട്ടും അറിയാനായിട്ട് സാധിക്കുന്നത്.